ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 435 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങളാണ് അറിഞ്ഞത്. ഇന്ന് നമുക്ക് 436 മുതൽ 467 വരെയുള്ള നാമാർത്ഥങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് പാരായണം ചെയ്യാം. അതിന് ശേഷം അതിലത്തെ നാമാർത്ഥങ്ങൾ എന്താണെന്ന് നോക്കാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണപതയേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. കുശലാകോമളാകാര കുരുകുല്ലാകുലേശ്വരി കുളകുണ്ഠാലയ കൗളമാർഗതൽപരസേവിത കുമാരാഗണനാഥാംബ തുഷ്ടിപുഷ്ടിർനൃധൃതീം ശാന്തി സുസ്ഥിമതി കാന്തിർനന്ദിനി വിഘ്നനാശിനി തേജോപതി തൃനയനാലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാലയാജലനിവാസിനി സുമുഖി നളിനി സുഭ്രൂം ശോഭനാസുരനായിക കാളകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി. ഇതുവരെയുള്ള ശ്ലോകങ്ങളുടെ നാമാർത്ഥങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. കുശലായെ എന്നാണ് ആദ്യത്തെ നാമം. പ്രപഞ്ചകാര്യങ്ങളിൽ വിദഗ്ധയായിട്ടുള്ളവൾ എന്നാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം കോമളാകാരായി, അതായത് കോമള രൂപിണിയായ ദേവിയെയാണ് ആ നാമാർത്ഥം പറയുന്നത്. അടുത്ത നാമം കുരുകുല്ലായെ എന്നാണ്. ശ്രീചക്രത്തിൽ ചിത്ത്, അഹങ്കാരം എന്നീ പ്രാകാരങ്ങൾക്കിടയിലായിട്ടുള്ള ഒരു ദേവതയുടെ നാമമാണ് കുരുകുല്ലായെ എന്നത്. അതായത് സ്നേഹം, സൗഹാർദ്ദം, അനുകമ്പ എന്നീ ഗുണങ്ങൾ നൽകുന്നവളായ ദേവതയായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് കുരുകുല്ലായെ എന്ന നാമാർത്ഥം. എല്ലാം അമ്മ തന്നെയാണ് എന്ന് നാമാർത്ഥം സൂചിപ്പിക്കുന്നു. അടുത്ത നാമം കുലേശ്വരി എന്നാണ്. ശക്തി സമൂഹങ്ങളുടെയും അധിപതിയായിട്ടുള്ള ദേവിയെയാണ് കുലേശ്വരി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് കുലത്തിന് ഈശ്വരിയായിട്ടുള്ളവളെന്ന് സാരാംശം. അടുത്ത നാമം നോക്കാം. കുളകുണ്ഠാലയായേ, അതായത് നമ്മൾ ഷഡ്ചക്രങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. ഷഡ്ചക്രങ്ങളിലെ മൂലാധാര ചക്രത്തിന്റെ മധ്യത്തിലായിട്ട് ഒരു സൂക്ഷ്മ ബിന്ദുവുണ്ട്. അത് കുളകുണ്ഠം എന്നാണ് പറയുന്നത്. കുണ്ടലിനി ശക്തി 3.5 ചുറ്റായിട്ട് ആ താമര ഇതളിൽ ആ ബിന്ദുവിൻ്റെ നടുക്കായിട്ട് തലവെച്ചുറങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ സൂക്ഷ്മ ബിന്ദുവിനെ അല്ലെങ്കിൽ ആ മധ്യത്തിലായിട്ടുള്ള കുളകുണ്ഠത്തിനെയാണ് കുളകുണ്ഠാലയായേ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. കൗളമാർഗ തൽപര സേവിതായേ, കൗളമാർഗത്തിൻ്റെ ആചാരങ്ങളിലൂടെ ഉപാസിക്കുന്ന ദേവിയാണ് ശ്രീ മഹാദേവി. അതായത് കുലാചാര പ്രകാരമുള്ള ആചാരങ്ങളിൽ താല്പര്യമുള്ളവൾ എന്ന് നാമാർത്ഥം. കൗളമാർഗത്തിൽ ആചരിക്കപ്പെടേണ്ടവളാണ് ദേവി. നമ്മൾ കഴിഞ്ഞ 95-ാമത്തെ നാമത്തിലൊക്കെ അത് പറഞ്ഞിരുന്നു. കൗളമാർഗ താല്പര്യമുള്ള ദേവിയാണ് ശ്രീ മഹാദേവി. അപ്പം അങ്ങനെ ആചരിക്കപ്പെടേണ്ട ദേവിയാണ് എന്ന് ഈ നാമാർത്ഥത്തിൽ പറയുന്നു. ഇനി നമുക്ക് അടുത്ത നാമം നോക്കാം. കുമാരഗണനാഥാംബായെ, സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും അമ്മയായ ദേവി എന്ന അർത്ഥം. ഇതാണ് കുമാരഗണനാഥാംബായെ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം തുഷ്ടിയേ നമ. അതായത് ഭക്തന്മാരുടെ മനസ്സിൽ ദേവി സന്തോഷവതിയായിരിക്കുന്ന ദേവിയാണ് തുഷ്ടിയേ നമ എന്ന അർത്ഥം പറയുന്നത്. അടുത്ത നാമം വരുന്നത് പുഷ്ടിയേ നമ എന്നാണ്. പോഷണം എന്നാണ് പുഷ്ടിയുടെ അർത്ഥം വരുന്നത്. അതായത് ദേവിയുടെ ചൈതന്യം കൊണ്ട് വളരുന്നതാണ് എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും അല്ലേ. അപ്പോൾ ആ പോഷണത്താൽ ദേവി നൽകുന്ന ചൈതന്യമായ പോഷണം കൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ജഡാത്മം, കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞു ജഡമാണ് ശരീരം, പക്ഷെ അതിനുള്ളിലെ ജീവനാണ് ആ ചൈതന്യം എന്ന് നമ്മൾ കഴിഞ്ഞ നാമങ്ങളിലൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി അല്ലേ. അപ്പം അങ്ങനെ ഒരു പോഷണം ഉണ്ടാവുന്നത് ആ ചൈതന്യ സ്വരൂപത്തിൽ നിന്നാണ്. അതാണ് ആ പുഷ്ടി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത നാമം എന്താണെന്ന് നോക്കാം. മധ്യേ നമ, അതായത് ബുദ്ധിയാകുന്ന ദേവി എന്നാണ് നാമാർത്ഥം വരുന്നത്. നമുക്ക് വിവേകവും ബുദ്ധിയും നൽകുന്നവളാണ് ദേവി അല്ലേ.
അപ്പം അങ്ങനെയുള്ള ശ്രീ ലളിതാംബികയെ മത്യേ എന്ന നാമം കൊണ്ടും അർത്ഥമാക്കാം. അടുത്ത നാമം ധൃത്യേ നമ എന്നാണ്. അതായത് ധൈര്യമാകുന്ന ദേവിയാണ്. നമുക്ക് എന്തിനും ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവാൻ കഴിയുള്ളൂ അല്ലേ. അപ്പം ഈ ശക്തിയും ധൈര്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ളതെല്ലാം നൽകുന്നവളാണ്, ആ ധൈര്യം നൽകുന്നവളായ ദേവിയാണ് ധൃത്യ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം നമുക്ക് നോക്കാം. ശാന്തിയേ നമ. അതായത് ശാന്തയായ ദേവി അല്ലേ, ശാന്തിയേകുന്ന ദേവി എന്നാണ് അർത്ഥം. അതായത് നമ്മളെ ക്ഷോഭത്തെയെല്ലാം മോചിപ്പിച്ച് ശാന്തി നൽകുന്നവളും ദേവി തന്നെ അല്ലേ. എല്ലാ ഇന്ദ്രിയങ്ങളെയും അമ്മയുടെ കയ്യിൽ നമ്മുടെ നിയന്ത്രണത്തിൽ വന്നാൽ മാത്രമാണ് നമുക്കതെല്ലാം ലഭിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു മനോനിയന്ത്രണത്തിലൂടെ നമുക്ക് ശാന്തിയേകുന്നവളാണ് ദേവി എന്ന് ആ നാമാർത്ഥം പറയുന്നത്. അടുത്ത നാമം നോക്കാം. സ്വസ്തിമത്യേ നമ. നിത്യസത്യമായ ദേവി അല്ലേ, ഉണ്മയായ ദേവി എന്നൊക്കെയാണ് നാമാർത്ഥം വരുന്നത്. എപ്പോഴും സത്യസ്വരൂപിണിയാണ് ദേവി അല്ലേ. ഭക്തന്മാരുടെ നാവിലെ സത്യരൂപമായ ദേവി എന്ന് പറയാം. കാന്തിയേ നമ. കാന്തി എന്ന് വെച്ചാൽ പ്രകാശത്തോടെ ഇരിക്കുന്നവളല്ലേ, പ്രകാശിപ്പിക്കുന്ന പ്രകാശസ്വരൂപിണിയായ ദേവി എന്നൊക്കെ നമുക്ക് കാന്തി എന്ന നാമം കൊണ്ട് വിശേഷിപ്പിക്കാം. എപ്പോഴും പ്രകാശരൂപിണിയായ ദേവി. അടുത്ത നാമം വരുന്നത് നന്ദിന്യേ നമ എന്നാണ്. നന്ദപുത്രിയായ ദേവി എന്ന് സാരാംശം. നന്ദപുത്രിയായ ദേവി ആരാണ്? കാർത്യായനി ദേവിയാണ് നന്ദപുത്രിയായ ദേവി എന്ന് പറയുന്നത്. ദേവിയുടെ പല നാമങ്ങളാണല്ലേ, എല്ലാം ഒരാൾ തന്നെയാണ്, പല സ്വരൂപങ്ങളായിട്ടുള്ളവളാണ് ദേവി. അതാണ് ആ നന്ദിയേ നമ എന്ന നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം നോക്കാം നമുക്ക്. വിഘ്നനാശിന്യേ നമ. അപ്പോൾ ദേവിയും വിഘ്നങ്ങൾ നശിപ്പിക്കുന്നവളാണ്. നമുക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിത്തരുന്നവളാണ് ശ്രീ മഹാദേവി അല്ലേ. അപ്പോൾ ദേവി വിഘ്നനാശിനി തന്നെയാണ് എന്ന് നാമാർത്ഥം. തേജോവതിയെ നമ. അടുത്ത നാമം വരുന്നത് തേജോവതിയെ നമ. തേജസ്വിനിയായ ദേവി അല്ലേ, ഇത്രയും തേജസ്വിനിയാണമ്മ. അതാണ് ആ നാമാർത്ഥം വരുന്നത്. ത്രിനയനായേ. അതായത് 3 കണ്ണുകളോട് കൂടിയ ദേവിയാണ് ത്രിനയന എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. സൂര്യനും ചന്ദ്രനും അതുപോലെ അഗ്നിയുമാണ് ദേവിയുടെ 3 കണ്ണുകളായിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പം അതാണ് ആ നാമാർത്ഥം വരുന്നത്. ലോലാക്ഷി കാമരൂപിണ്യേ നമ. അതായത് ചഞ്ചല ദൃഷ്ടിയോട് കൂടിയ സുന്ദരിയായ കാമരൂപിണിയായ ദേവിയാണ് ആ നാമാർത്ഥത്തിൽ പറയുന്നത്. മാലിനിയേ നമ. അതായത് അക്ഷരമാലകളിൽ 51 അക്ഷരങ്ങളെയും മാലയായിട്ട് അണിഞ്ഞിരിക്കുന്നവൾ എന്ന് ആ നാമാർത്ഥത്തെ സൂചിപ്പിക്കുന്നു. ഹംസിന്യേ നമ. പരമഹംസന്മാരിൽ വിഭിന്നയായിട്ടുള്ളവളാണ് ദേവി. ഹംസമായിട്ടുള്ളവളെന്നും നാമാർത്ഥം പറയുന്നു. അപ്പം അതായത് പരമഹംസന്മാരിൽ വിഭിന്നയായിട്ടുള്ളവളാണ് ദേവി എന്നും അതുപോലെ ഹംസമായ ദേവി എന്നും സൂചിപ്പിക്കുന്ന നാമമാണത്. അടുത്ത നാമം മാത്രേ നമ. മാത്രേ നമ എന്നാൽ മാതാവായ ദേവി. ദേവി അമ്മ തന്നെയാണ്. സകല ചരാചരങ്ങൾക്കും അമ്മയായ ദേവിയെയാണ് മാത്രേ നമ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ വേദങ്ങളുടെയും മന്ത്രങ്ങളുടെയും സ്വരൂപിണിയായിട്ടുള്ളവളുമാണ്. അങ്ങനെയുള്ള ദേവിയെ മാത്രേ നമ എന്ന നാമം കൊണ്ട് സൂചിപ്പിക്കുന്നു. മലയാചലവാസിന്യേ നമ. മലയപർവ്വതത്തിൽ വസിക്കുന്നവളായ ദേവി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻനാമങ്ങളിൽ മലയപർവ്വതത്തിൽ വസിക്കുന്നവളായ ദേവിയെക്കുറിച്ച്. അപ്പം അങ്ങനെയുള്ള മലയപർവ്വതത്തിൽ വസിക്കുന്നവളായ ദേവി എന്നാണ് മലയാചല നിവാസിനി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം സുമുഖിയേ നമ എന്നാണ്. അംഗഭംഗി കൊണ്ട് സുമുഖിയായ ദേവിയാണ്.
അതുപോലെ ജ്ഞാനം കൊണ്ട് സൗന്ദര്യവതിയായ ദേവിയെന്നും നാമാർത്ഥം പറയുന്നു. നളിനി നമ, താമരപ്പൂവിതൾ പോലെ അംഗഭംഗിയോട് കൂടിയ ദേവിയെ നളിനി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കാം. സുഭ്രുവേ നമ, അതായത് ദേവിയുടെ പുരികത്തിനെ കുറിച്ച് പറയുന്നു. പുരികം എങ്ങനെയുള്ളതാണ്? ശോഭയുള്ളതാണ്. അമ്മയുടെ ഭ്രൂ എന്നാൽ പുരികം എന്നാണ് അർത്ഥം. അപ്പോൾ സുഭ്രുവേ എന്ന് പറഞ്ഞാൽ ശോഭയുള്ള പുരികക്കുടിയോട് കൂടിയവൾ. നമ്മൾ മുൻപൊരു നാമത്തിൽ പറഞ്ഞു, കാമദേവന്റെ കൊട്ടാരത്തിന്റെ കമാനത്തിനോട് സമാനമായ വില്ലുപോലെ വളഞ്ഞിരിക്കുന്നതുമായ പുരികക്കൊടി. അപ്പം അതുപോലെ ഇവിടെ ശോഭനമായ പുരികക്കൊടിയെ കുറിച്ചാണ് സുഭ്രുവേ നമ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം ശോഭനായേ നമ, പ്രകാശപൂരിതമായ ദേവിയെയാണ്. ദേവിക്ക് ചുറ്റും അങ്ങനെ പ്രകാശം കൊണ്ട് ജ്വലിക്കുന്നവളാണ് ദേവി, അല്ലേ? ശോഭനായേ എന്ന നാമം വരുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. സുരനായികായേ, ദേവനായികയായ ദേവിയാണ്. അമ്മ സുരനായികയായ ദേവി എന്ന് സാരം. കാളകണ്ഠ്യേ നമ, അതായത് കാളകണ്ഠൻ ആരാണ്? നീലകണ്ഠൻ, കാളകണ്ഠൻ എന്നൊക്കെ പരമശിവനെ നമ്മൾ വിളിക്കാറുണ്ട്. ആ നാമങ്ങളിലൊക്കെ പരമശിവനെ വിളിക്കാറുണ്ട്. അപ്പോൾ പരമശിവന്റെ പത്നിയായ പരമേശ്വരിയായ ദേവി കാളകണ്ഠി എന്ന നാമം കൊണ്ട് നമുക്ക് അർത്ഥമാക്കാം. കാന്തിയെ നമ, അതിയായ കാന്തിയോട് കൂടിയവൾ അല്ലെങ്കിൽ അതിശോഭയായിട്ടുള്ളവൾ എന്നൊക്കെ നാമാർത്ഥം വരുന്നു. അടുത്ത നാമം ക്ഷോഭിണ്യേ നമ. ക്ഷോഭിണ്യ എന്നാൽ ക്ഷോഭം എന്ന അല്ലെങ്കിൽ കോപം എന്ന അർത്ഥമല്ല ഇവിടെ പറയുന്നത്. ചലനം, ഉണർവ്, സ്പന്ദനം തുടങ്ങിയ നാമാർത്ഥങ്ങളാണ് വരുന്നത്. അതായത് പ്രപഞ്ചത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് ആ ഒരു ചലനം സൃഷ്ടിക്കുന്ന ദേവിയെയാണ് നാമാർത്ഥം കുറിക്കുന്നത്. ക്ഷോഭിണ്യേ നമ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ള ചലനം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ഉണർവ് സൃഷ്ടിക്കുന്ന ദേവി എന്നാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം സൂക്ഷ്മരൂപിണി എന്നാണ്. നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മസ്വരൂപമായിരിക്കുന്നവളാണ് ദേവി, അല്ലെ? സൂക്ഷ്മസ്വരൂപിണിയായ ദേവിയെയാണ് ആ നാമാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ 467 വരെയുള്ള നാമങ്ങളിലൂടെയാണ് കടന്നുപോയത്, അല്ലേ? അപ്പം അമ്മയുടെ പല നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഒരുപാട് നാമങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകണം. എല്ലാ നാമങ്ങളിലും പൊരുളായിട്ടിരിക്കുന്നവൾ ആത്മതത്വസ്വരൂപിണിയായ ദേവി തന്നെയാണ്. ആ ആത്മതത്വം അറിയണത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നർത്ഥം. ഉള്ളിലുള്ള ആത്മതത്വത്തെ അറിഞ്ഞ് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ആത്മചൈതന്യ സ്വരൂപമായ ദേവി നമ്മളും പ്രകാശിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. എല്ലാവർക്കും ആ ദേവി അനുഗ്രഹം ഉണ്ടാവട്ടെ. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.